ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാം ഇങ്ങനെ എത്തിയിരിക്കുന്നു. നമ്മൾ അടിപൊളിയായി പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് പരീക്ഷയിൽ നമ്മുടെ 10ാം ക്ലാസ് ഫിസിക്സിൽ നിന്ന് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ഏതാണ്, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അത് നമ്മുടെ സ്വന്തം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദ്യം വരും മക്കളെ. 15 മാർക്കിന് മുകളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിരിക്കും. സോ ഈ ചാപ്റ്ററിലുള്ള മേജർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം, ഏറ്റവും പ്രധാനപ്പെട്ട കോർ കൺസെപ്റ്റുകളെല്ലാം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകത്ത് സെറ്റാക്കി എടുക്കാൻ പോവാണ്. സാറേ, ഈ ചാപ്റ്റർ എനിക്ക് ഒന്നും തന്നെ അറിയില്ല എന്നുള്ള കുട്ടികൾ പോലും ഈ വീഡിയോ കണ്ടാൽ അടിപൊളിയായി ചാപ്റ്ററിൻ്റെ എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. സോ ഗൈസ്, വി ആർ ഗോണ സ്റ്റാർട്ട് ദ സെഷൻ. സോ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. അതിനു മുമ്പ് ഒരു കുഴപ്പമില്ല, എൻ്റെ പെൻസിൽ കാണാൻ കഴിയില്ല. സോ മക്കളെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, വരാ. ലൈക്ക് ചെയ്യാൻ മറന്നവർ ലൈക്ക് ചെയ്യുക കേട്ടോ. സോ ആദ്യം, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ. ആ കൺസെപ്റ്റ് അറിയാതെ പിന്നെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ലപ്പാ. സോ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു കമ്പിച്ചുരുളിനകത്തോട്ട് നമ്മളൊരു കാന്തത്തിനെ കയറ്റിവിടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കാന്തത്തിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാവും. സോ മാഗ്നറ്റിനകത്തോട്ട് കയറ്റിവിടുന്ന സമയത്ത് എന്താണ്, ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാറും. മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിൽ മാറ്റം വരും. സോ ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ കാന്തിക ഫ്ലക്സിൽ മാറ്റം വരും. അതിനാൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യും. EMF അവിടെ ഉണ്ടാവും. സോ കറണ്ട് ഫ്ലോ ചെയ്യും. അതുമൂലം ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ പരിപാടിയെയാണ് എന്ത് പറയുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക. ഒരു കാന്തത്തിനെ കമ്പിച്ചുരുളിനകത്തോട്ട് കയറ്റിവിടുമ്പോൾ കാന്തത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരും. അതുപോലെ തന്നെ ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരും. EMF ഇൻഡ്യൂസ് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് മൂലം ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഫ്ലക്സിലെ മാറ്റം മൂലം EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനെ, ആ ഒരു പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക. കാന്തം അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ കാന്തം പുറത്തോട്ട് എടുക്കുമ്പോൾ എങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ. അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതാണ് അതിൻ്റെ തിയറിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ ഇൻഡ്യൂസ്ഡ് EMF? ഇവിടെ ഉണ്ടാകുന്ന പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ കറണ്ട് ആണ്, നമ്മൾ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ സ്പീഡാണ്. എത്ര വേഗതയിലാണ് നമ്മൾ ഈ പറയുന്ന കാന്തത്തിനെ അല്ലെങ്കിൽ സോളിനോയിഡിനെ ചലിപ്പിക്കുന്നത്. സോ ഒന്നാമത്തെ നമ്പർ ഓഫ് ടേൺസ്, രണ്ടാമത്തെ കറണ്ട്, മൂന്നാമത്തെ സ്പീഡാണ്. ഈ 3 പോയിന്റുകൾ, 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. സോ അടുത്ത ജനറേറ്റർ ആണ്. ഇതിൽ നിന്നുള്ള അടുത്ത കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ജനറേറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ, ജനറേറ്റർ നമ്മുടെ വീടുകളുടെ, നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ജനറേറ്റർ എന്ന്, കറണ്ട് പോയി ജനറേറ്റർ ഓൺ ആക്കണം എന്നൊക്കെ പറയാറുണ്ട്. ജനറേറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ അത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ്. ശരിയല്ലടാ മക്കളെ? യാന്ത്രിക ഊർജ്ജത്തിനെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ്. സോ ജനറേറ്ററുമായി ബന്ധപ്പെട്ട ഏറ്റവും കോറായ ഒരു ചോദ്യമാണ് കാണാൻ പറ്റുന്നത്. ഇത് ഏത് ജനറേറ്ററാണ്? 2 റിങ്ങുകൾ ഉള്ളത് എപ്പോഴും AC ജനറേറ്റർ ആണ്. ഇവിടെ തന്നിരിക്കുന്നതിന് 2 റിങ്ങുകൾ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു റിങ്, രണ്ടാമത്തെ റിങ്. സോ 2 റിങ്ങുകളുള്ളത് ഏത് ജനറേറ്റർ ആണ് മക്കളെ? അത് AC ജനറേറ്റർ ആണ്. ചോദ്യത്തിലോട്ട് കിടക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് ദിസ്? അത് AC ആണ്. നെയിം ദ പാർട്സ് A ആൻഡ് B. A എന്ന് പറഞ്ഞാൽ എന്താണ്? AC-യിലുള്ള റിങ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിംഗ് ആണ്. അതുപോലെ തന്നെ B എന്ന് പറഞ്ഞാൽ ബ്രഷ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ആർമേച്ചർ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ആയിരിക്കും. റൈറ്റ്, എല്ലാ പാർട്സും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ലിപ്പ് റിംഗും ബ്രഷസുമാണ്. അതും നമ്മൾ റെഡിയാക്കി. ഡ്രോ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഡിവൈസ്. AC ആയതുകൊണ്ട് നാഗവല്ലി ആലോചിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, അടുത്ത പോസിറ്റീവ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഇതാണ് AC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC ഇൻടു DC. AC-യെ DC ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാ മക്കളെ? നമുക്കറിയാം, അത് സ്പ്ലിറ്റ് റിംഗ് ആണ്. അതെന്താ മക്കളെ? സ്പ്ലിറ്റ് റിംഗ് ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ജനറേറ്റർ? ഈ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താ മക്കളെ? അതും നിങ്ങൾക്ക് അറിയാലോടാ. ഈ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? EMI എന്ന് പറയുന്ന 3 അക്ഷരത്തിൽ നമുക്ക് അവനെ ഒതുക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണമാണ് ഈ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം. ജനറേറ്റർ ഓറിയൻറ്റഡ് ആയിട്ട് ഇത്തരം ചോദ്യങ്ങളാണ് പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. അടിപൊളിയായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്തതിലോട്ട് കിടക്കുന്നു ട്രാൻസ്ഫോമർ. ഇത് ഏത് തരം ട്രാൻസ്ഫോമറാണ്? നമുക്ക് അന്തസ്സായി പറയാൻ പറ്റും. ഇവിടെ സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. സോ ഇത് ഏത് തരം ട്രാൻസ്ഫോമറാണ്? ഇതാണ് സ്റ്റെപ്പ് അപ്പ് ആണ്. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. കാരണം സെക്കൻഡറിയിൽ NS ഈസ് ഗ്രേറ്റർ ദാൻ NP ആണ്. സോ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, നോ ഡൗട്ട്. അടുത്തത്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. സം കോയിൽസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആർ മെയ്ഡ് ഓഫ് തിക്ക് വയേഴ്സ്. വൈ? എന്തുകൊണ്ടാണ്? ചില കോയിലുകൾക്ക് തിക്നെസ് കൂടുതൽ. തിക്നെസ് കൂടാനുള്ള കാരണം എന്താണ് മക്കളെ? തിക്നെസ് കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയും. താപരൂപേണയുള്ള ഊർജ്ജ നഷ്ടം കുറയും. വൈദ്യുതിയുടെ ഹീറ്റ് ലോസ് കുറയും. അതുപോലെ തന്നെ ഇവിടെ കറണ്ടും കൂടും കേട്ടോ.
കറണ്ടും കൂടും. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കി. സോ ഇതൊക്കെയാണ് തിക്നെസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാനുള്ളത്. അടുത്ത ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. ഒരു ട്രാൻസ്ഫോമർ വർക്കിംഗ് വോൾട്ടേജ് 240 വോൾട്ട് ആണ്. സോ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരണം, അത് പ്രൈമറി വോൾട്ടേജ് ആയിരിക്കും, അത് 240 വോൾട്ട്. അടുത്ത ആൻഡ് വോൾട്ടേജ് ആൻഡ് 8 വോൾട്ട് ദ ഇലക്ട്രിക് ബെൽ. ട്രാൻസ്ഫോമർ 8 വോൾട്ടേജ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ വർക്കിംഗ് 240 വോൾട്ട് ആൻഡ് സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട്. സോ സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? 8 വോൾട്ട് ആണ്. 240 വോൾട്ടിനെ 8 വോൾട്ടാക്കി മാറ്റുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? ഒരു സംശയമില്ല, കുറയ്ക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ചോദ്യം എന്താണ് മക്കളെ? ചോദ്യം ഇതാണ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി കോയിൽ എത്രയാണ്? 4800 ഉണ്ട്. സെക്കൻഡറി കോയിലിൽ എത്ര ചുറ്റുകൾ ഉണ്ടാവും? സോ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി അഥവാ NP ഈക്വൽ എത്രയാണ്? 4800 ആണ്. NS ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷൻ അറിയാം, NS ഈക്വൽ എന്താ മക്കളെ? NS ഈക്വൽ ടു VS ബൈ VP ഇൻറ്റു എന്താണ്? NP ആണ്. സോ VS എത്രയാണ്? VS എന്ന് പറഞ്ഞാൽ 8 ആണ്. VP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 240 ആണ്. NP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4800 ആണ്. അന്തസ്സായി തന്നെ വെട്ടിക്കളയാം മക്കളെ. 0 പോയി. 24 48 2 തവണ. സോ 20 × 8 എത്രയാണ്? 160 ആണ്. സോ ആൻസർ ഈസ് 160. ആൻസർ എത്രയാണ്? 160 ആണ്. അന്തസ്സായി തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാൻ ശ്രദ്ധിക്കടാ. ഇത് സെൽഫ് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സ്പ്ലെയിൻ വെദർ ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ദ ബൾബ്. യെസ്, തീർച്ചയായും ഉണ്ട്. ഈ പറയുന്ന സെക്കൻഡ് വണ്ണിൽ AC ആണ് കൊടുത്തത്. AC കൊടുത്തു കഴിഞ്ഞാൽ ഒരു സോളിനോഡിനോടത്ത് LC കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെൽഫ് ഇൻഡക്ഷൻ സംഭവിച്ച് ബാക്ക് EMF ഡെവലപ്പ് ചെയ്യും. ബാക്ക് EMFന്റെ ഡയറക്ഷൻ എപ്പോഴും കൊടുക്കുന്ന കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ അതിനാൽ തന്നെ കറണ്ട് കുറയും. സോ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ബ്രൈറ്റ്നസ് കുറയും. ഇവിടെ ബൾബിന് ബ്രൈറ്റ്നസ് കുറവായിരിക്കും. AC കൊടുത്ത സെക്കൻഡ് സർക്യൂട്ടിൽ ബൾബിന് പ്രകാശം കുറവായിരിക്കും. കാരണം എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ മൂലം ബാക്ക് EMF ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. അടുത്തത്, ഐഡന്റിഫൈ ദ ഡിവൈസ് ആൻഡ് മാർക്ക് ദ പാർട്സ്. ഇത് ഏത് ഉപകരണമാണ്? ഇതിന്റെ പ്രവർത്തനം എന്താണ്? ഇത് ഏത് ഉപകരണമാണ് മക്കളെ? സൗണ്ട് കൊടുക്കുന്നത് മൈക്രോഫോൺ. ഒരു സംശയമില്ല, സൗണ്ട് ഇൻപുട്ട് ഏതായിരിക്കും? മൈക്രോഫോണിനകത്താണ് ഇൻപുട്ട് എന്തായിട്ട് മാറുന്നത്? സൗണ്ട് ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് എ മൂവിങ് കോയിൽ മൈക്രോഫോൺ ആണ്. ഓക്കെ, ഇതിന്റെ ഭാഗങ്ങൾ A എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? A എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഡയഫ്രം ആണ്. B എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അത് വോയിസ് കോയിൽ ആണ്. B എന്ന് പറഞ്ഞാൽ വോയിസ് കോയിൽ. ഒരു സംശയമില്ല, അത്രയേ ഉള്ളൂ, വോയിസ് കോയിൽ ആണ്. ഇനി എന്താ ചോദിച്ചാൽ, വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ? നമുക്കറിയാം ഇവിടെയുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റൈറ്റ്, ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ്. ഇവിടെ എനർജി ചേഞ്ച് എന്താണ് മക്കളെ? ഈ സൗണ്ട് എനർജിനെ ഇവിടെ എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. സോ സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയാം. അതല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയാം. കാരണം ഈ സൗണ്ട് വന്ന് പതിക്കുമ്പോൾ ഈ വോയിസ് കോയിൽ മൂവ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു മെക്കാനിക്കൽ മോഷൻ ഉണ്ട്. അതുമൂലമാണ് ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്ലിയർ അല്ലടാ? അടുത്തതിലോട്ട് കിടക്കാം. ഒരു പവർ സ്റ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ട്രാൻസ്മിഷൻ ലോസ്? ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ സ്വന്തം ഹീറ്റ് ലോസ്. ഹീറ്റ് ലോസിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മെത്തേഡ് ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസ്? എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് കൂട്ടിയാൽ ട്രാൻസ്മിഷൻ ലോസ് കുറയും. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? പവർ സ്റ്റേഷനുകളിലാണെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചോ മക്കളെ, അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അതുപോലെ തന്നെ സബ് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് ഏതാ മക്കളെ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഡിസ്ട്രിബ്യൂഷനിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ പറയുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. വാട്ട് ഈസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ജനറേറ്റർ ഈസ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലോടാ, അന്തസ്സായി പഠിച്ചാലോടാ. 11 കിലോ വോൾട്ട് അല്ലെങ്കിൽ 11,000 വോൾട്ട്. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈഡ് ഫോർ ഡൊമസ്റ്റിക്കൽ പർപ്പസ്? നമ്മുടെ വീടുകളിലോട്ട് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 230 വോൾട്ട് ആണ്. സോ അതും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്തത്, ഫ്രീക്വൻസി ഓഫ് AC ജനറേറ്റർ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ അവർ കൺട്രി. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ പറയണം 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കടാ, ഡൊമസ്റ്റിക് സർക്യൂട്ട് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്ന ചോദ്യം ഇതാണ്. ഹൗ ഹൗസ് ഹോൾഡ് ഡിവൈസസ് ആർ കണക്റ്റഡ്? വീട്ടുപകരണങ്ങളെല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരു സംശയം വേണ്ട, അത് പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. റൈറ്റ്, എനി ടു അഡ്വാൻറ്റേജസ് കണക്റ്റിംഗ് ഡിവൈസസ് ഇൻ പാരലൽ. ബി ക്വസ്റ്റ്യൻ വായിച്ചാൽ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. പാരലൽ ആയിട്ട് അഥവാ സമാന്തരമായി കണക്ട് ചെയ്യുന്നതിനുള്ള 2 മേന്മകൾ എഴുതുക. ഒന്നാമത്തെ കാര്യം, എല്ലാത്തിനും സെപ്പറേറ്റ് സ്വിച്ചുകൾ വെക്കാം. ഫാൻ ഓഫ് ആക്കുമ്പോൾ അപ്പുറത്ത് TV ഓഫ് ആവില്ല. അതിന് കാരണം ഫാനിന് ഒരു സെപ്പറേറ്റ് സ്വിച്ച്, TVക്ക് ഒരു സെപ്പറേറ്റ് സ്വിച്ച് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാത്തിനും അതിനാവശ്യമുള്ള വോൾട്ടേജ് കിട്ടും. സോ അതാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാര്യത്തിലോട്ട് കിടക്കുന്നു. ഏത് ലൈനിലാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യുക? ഫേസ്. സോ ഏത് ലൈനിലാണ് മക്കളെ? ഫ്യൂസ് ഫേസ് ലൈനിലാണ് കണക്ട് ചെയ്യുക കേട്ടോ. ഫേസ് അല്ലെങ്കിൽ ലൈവ് എന്നൊക്കെ പറയാറുണ്ട്. ഫേസ് ആണ് കറക്റ്റ്. ഓക്കെ, റൈറ്റ്. അടുത്ത്, ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്.
എർത്ത് പിന്ന് ബാക്കിയുള്ള പിന്നുകളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? അത് എവിടെയായിരിക്കും കണക്ട് ചെയ്യുക? എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. എർത്ത് പിന്നിന് നീളം ലെങ്ത് കൂടുതലായിരിക്കും, തിക്നെസ് വണ്ണം കൂടുതലായിരിക്കും. അതെപ്പോഴും മെറ്റാലിക് സർഫേസുമായിട്ട് കണക്ട് ചെയ്യാറ്. മെറ്റാലിക് സർഫേസുമായിട്ട് കണക്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. മെറ്റാലിക് സർഫേസിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? എർത്ത് പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് മനസ്സിൽ ഉറപ്പിക്കുക, അത് പഠിക്കുക കേട്ടോ. ഓക്കെ, സെറ്റല്ലേ മക്കളെ? അടുത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ആൾക്ക് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെ കൊടുക്കണം? എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നൈസായിട്ട് എന്ത് ചെയ്യുക? മസാജ് ചെയ്യുക. നൈസായിട്ട് വളരെ പതിയെ മസാജ് ചെയ്താൽ മതി. ഓയിൽ മസാജ് ഒന്നുമല്ല. കൈയൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കുക, ലൈക്ക് ഇങ്ങനെ ചൂട് പിടിപ്പിച്ച് കൊടുക്കുക. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, മസിൽസ് മസാജ് ചെയ്തിട്ട് നോർമൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പതിയെ CPR ഒക്കെ കൊടുക്കുക എന്നൊക്കെ കേട്ടില്ലേ? ചെസ്റ്റിൽ പതിയെ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. എന്നിട്ടും ആൾ ഉണർന്നില്ലെങ്കിൽ അങ്ങനെ കിടത്തിയിട്ട് പോകരുത്. ഫിസിക്സിൽ ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, ആശാൻ എണീക്കുന്നില്ല, ഇനി എന്തോ പണിയുണ്ടെന്നുകൊണ്ട് ചത്തുപോയി എന്നൊന്നും വിചാരിക്കരുത്. നേരെ കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം, ചിലപ്പോൾ ജീവിക്കാം. ഓക്കെ, റൈറ്റ്? കാര്യം മനസ്സിലായില്ലടാ? സോ ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കേട്ടോ. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ഓക്കെ ആയതുകൊണ്ടിരിക്കരുത്. ഇന്നലെ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നല്ലതായിരിക്കും. സോ മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചു, പക്ഷേ കാണാനില്ല, സ്ലൈഡില്ല. സോ എന്തായാലും നമുക്ക് എഴുതാലോടാ. സോ ഇതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുള്ള ചോദ്യങ്ങളും കൺസെപ്റ്റുകളും. എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ ഒന്നും അറിയാത്ത കുട്ടിക്ക് പോലും ഈ പറയുന്ന ചോദ്യങ്ങളും കൺസെപ്റ്റുകളും പഠിച്ചിരിക്കാം മക്കളെ. ഇന്ന് രാത്രി നമുക്ക് മെഗാ മാരത്തോൺ ഉണ്ട്, നാളെ രാവിലെ നമുക്ക് ബൂസ്റ്റർ ഉണ്ട്. എല്ലാം നമ്മൾ ആറാടാൻ പോവാണ്, തകർക്കാൻ പോവാണ്. മുഴുവൻ ചാപ്റ്റേഴ്സിനും ഫുൾ മാർക്കാണ്, ഗ്യാരണ്ടീഡ് ആണ് മക്കളെ. സോ കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാണാമെടാ.